അതിനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ ഡയാന അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതോടൊപ്പം ഡയാന നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് മേലോട്ട് പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ് അമ്പ് കൊണ്ട് കുത്താൻ പോകുന്നു. അത് കേട്ട ഡേവിഡും വേഗത്തിൽ ചെയ്യുമെന്ന് പറയുന്നു. അവൾ കുത്തുകയും റയാൻ അത് തടയുകയും ചെയ്യുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹാറാണി വരുന്നതും എന്റെ മകനെ തൊടാൻ ആർക്കാണ് ഇവിടെ ധൈര്യമുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട എല്ലാവരും മഹാറാണിയെ വണങ്ങുന്നു. അപ്പോൾ ഡയാന ഇവൻ ശരിക്കും രാജകുമാരനാണോ എന്ന് പതിയെ അവളോട് തന്നെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ബോധം കെട്ട് വീഴുന്നു. അപ്പോ മഹാറാണി പെട്ടെന്ന് വൈദ്യനെ വിളിക്കുന്ന ഉത്തരവിടുന്നു. റയാൻ തന്റെ സേവകനോട് പെട്ടെന്ന് ഇവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി മരുന്ന് കൊടുക്കണം, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ നമ്മുടെ ഹീറോയെയും കൊണ്ടുപോകുന്നു. അപ്പൊ റയാന്റെ ഭടന്മാരിൽ ഒരാൾ കൈകൂപ്പിക്കൊണ്ട് എല്ലാവർക്കും വിലങ്ങ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം മഹാറാണി രാജകുമാര എന്ന് പറഞ്ഞ് അവനെ പിടിക്കുന്നു. അത് കേൾക്കുന്ന ഡേവിഡും അവന്റെ ജ്യേഷ്ഠനും അത്ഭുതത്തോടെ അവരെ നോക്കാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഹീറോയുടെ അച്ഛനും നിങ്ങൾ എന്താ വിളിച്ചേ, എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അമ്മയും ഇവൻ വെറും പിച്ചക്കാരനല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ റയാൻ കുടുംബം മുഴുവൻ ഇങ്ങനെ തെറ്റ് മാത്രം ചെയ്യുന്നവർ, അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അച്ഛനും അമ്മയും എല്ലാവരും വളരെ പേടിയോടെ അവിടെ ഇരിക്കാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ അമ്മ ബോധം പോയി അച്ഛന്റെ അടുത്തേക്ക് വീഴുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ റയാൻ അത് മൈൻഡ് പോലും ചെയ്യാതെ ഡേവിഡിന്റെ ജ്യേഷ്ഠനോട് നിങ്ങളെ വിശ്വസിച്ച് അവർ പദവി തന്നതുകൊണ്ട് അത് തെറ്റായി ഉപയോഗിക്കുന്നു, നിനക്ക് എത്രമാത്രം അഹങ്കാരം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അതോടൊപ്പം നിന്റെ പദവി നിന്നിൽ നിന്നും ഞാൻ എടുക്കാണ് എന്ന് ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡേവിഡ് അവന്റെ ജ്യേഷ്ഠനും മുട്ടുകുത്തി ഞങ്ങളെ വിട്ടേക്കെന്നും ഞങ്ങളോട് ക്ഷമിക്കെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ പാവം മഹാറാണി മനസ്സലിവുള്ളത് കൊണ്ട് അവർക്ക് വലിയ ശിക്ഷയൊന്നും കൊടുക്കണ്ട, അത് നമ്മുടെ കുടുംബത്തിനും മോശമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അച്ഛനും ഇതെല്ലാം അറിയാതെ സംഭവിച്ചതാണ്, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ റയാൻ വളരെ ദേഷ്യത്തോടെ നിങ്ങളെ കുടുംബത്തിലെ ഒരു പെണ്ണിനെ നിങ്ങൾ അത്രയും അപമാനിച്ചില്ലേ, നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ എന്ന് നമ്മുടെ ഹീറോയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡയാന ശരിക്കും ഇവൻ രാജകുമാരനാണോ, ഞാൻ വീണ്ടും ഈ ജന്മത്തിലും തെറ്റായ തീരുമാനമാണോ എടുക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ തന്നെ കുറ്റപ്പെടുത്തി ആലോചിക്കാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഡേവിഡ് ഞങ്ങളുടെ സാധാരണ കുടുംബമാണ്, അദ്ദേഹമാണ് പദവിയിലിരുന്ന് തെറ്റ് ചെയ്തത്, അദ്ദേഹത്തെയാണ് ശിക്ഷിക്കേണ്ടത് എന്നൊക്കെ തന്റെ ജ്യേഷ്ഠനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡേവിഡിന്റെ ജ്യേഷ്ഠൻ കാല് പിടിച്ച് ഞാൻ പറയാ ഞങ്ങളെ വെറുതെ വിടണമെന്ന് നമ്മുടെ റയാനോട് യാചിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന മഹാറാണി അവര് പറഞ്ഞില്ലേ അവരറിയാതെ ചെയ്തതാണെന്ന്, അവർക്ക് ഇത്തവണ മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന റയാൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് രാജകൊട്ടാരമാണ്. അവിടെ ഒരു റൂമിൽ റയാനും അവന്റെ സേവകനും പിന്നെ നമ്മുടെ ഹീറോയും ഉണ്ട്. ഹീറോ ഉറങ്ങായിരുന്നു. പെട്ടെന്ന് നെറ്റി എഴുന്നേറ്റ ഹീറോ എഴുന്നേറ്റ് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേ എന്ന് നമ്മുടെ റയാനോട്